നമസ്കാരം. 8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. ഞാൻ കുറേ നാളായി നിങ്ങൾക്ക് വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് മാറാത്തതുകൊണ്ട് പണ്ടിട്ട വീഡിയോസ് തന്നെയാണ്. ഇപ്പോൾ ആ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ഇടുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്, അപ്രീസിയേഷൻ പോലെ, ക്യാരക്ടർ സ്കെച്ച് പോലെ. അപ്പോൾ അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ ഒരു വീഡിയോ ചെയ്തു, അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതെന്താണ്? സോങ് ഓഫ് ദി ഫ്ലവർ എന്നുള്ള ചാപ്റ്ററിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നൽകുന്നത്. ഒട്ടും വൈകണ്ട, നോക്കിക്കോളൂ. അപ്രീസിയേഷൻ ഓഫ് സോങ് ഓഫ് ദി ഫ്ലവർ. ഇനി പോയൊന്നും പഠിപ്പിക്കണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്രീസിയേഷൻ നോക്കാം. അപ്രീസിയേഷൻ എന്താണ് മക്കളെ? ആദ്യമേ നമ്മളൊരു ടൈറ്റിൽ വേണം. ടൈറ്റിലിൽ ആ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്നുള്ളതും എഴുതിയ ആളുടെ പേരും വേണം. പിന്നെ അത് ഓവറോൾ എന്ത് പറയുന്നു എന്നുള്ള ഒരു സംഭവം, തീമും ഡീറ്റെയിൽസും എല്ലാം പിന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നോക്കൂ, സോങ് ഓഫ് ദി ഫ്ലവർ ഈസ് എ ബ്യൂട്ടിഫുൾ പോം ബൈ കാലിൽ ഗിബ്രൺ. പേര് കൃത്യമായി പഠിക്കണം കേട്ടോ, സ്പെല്ലിങ്ങും തെറ്റിക്കരുത്. ദാറ്റ് എക്സ്പ്ലോർസ് ദ കണക്ഷൻ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ലിവിങ് ബീങ്സ്. അറിയാമല്ലോ, ഇനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ജസ്റ്റ് പറയാം. എന്താണ് ഈ ഒരു പോയം? എന്താണ് പറയുന്നത്? നേച്ചറും അതുപോലെ ജന്തുജാലങ്ങളും ജീവജാലങ്ങളും തമ്മിലുള്ള കണക്ഷനാണ് പറയുന്നത്. ദ പോയം സെൻറ്റേഴ്സ് അറൗണ്ട് ദി ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്ലവർ സിംബലൈസിങ് ദ ലാർജർ സൈക്കിൾ ഓഫ് ലൈഫ്. ഒരു ഫ്ലവറിൻ്റെ ലൈഫ് സൈക്കിളാണ് പറയുന്നത്. ആ ഫ്ലവർ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ ഒരു ഭയങ്കരമായ ഒരു സൈക്കിളിനെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് സമ്മറി പോലെ എഴുതാം കേട്ടോ. ഇനി ദ ഫ്ലവർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കൈൻഡ് ഓഫ് വേർഡ് ഫ്രം നേച്ചർ ആൻഡ് എ സ്റ്റാർ ഫാളൻ ഫ്രം ദി സ്കൈ. പിന്നെ ദ പോയം ഷോസ് ഹൗ ദി സീസൺസ് എഫക്ട് ദ ഫ്ലവർ. കൺസീവ്ഡ് ഇൻ വിൻ്റർ, ബോൺ ഇൻ സ്പ്രിങ്, കെയർഡ് ബൈ സമ്മർ ആൻഡ് റെസ്റ്റിംഗ് ഇൻ ഓട്ടം. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ്. എന്താ പറയുന്നത്? സീസൺസിനകത്ത് ആര് കൺസീവ് ചെയ്തു, ആര് ബർത്ത് നൽകി, എവിടെ അത് മറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് സംഭവം. പിന്നെന്താണ്, അതെന്താണെന്നൊക്കെ പറയുന്നില്ലേ? ഫ്ലവർ സ്കൈയിൽ നിന്ന് വീണ ഒരു സ്റ്റാർ ആണോ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ദ ഫ്ലവർ ഈസ് എ സിംബൽ ഓഫ് ജോയ്. അതൊരു സിമ്പിളാണ്. എന്തിൻ്റെ? ജോയുടെ, ഫ്രാഗ്രൻസിൻ്റെ, ബ്യൂട്ടിയുടെ. പിന്നെ സ്പ്രെഡിങ് ലവ് ആൻഡ് കെയർ ഇൻ ഇറ്റ്സ് സറൗണ്ടിങ്സ്. അല്ലേ, ലവും കെയറും ഒക്കെ സറൗണ്ടിങ്സിൽ സ്പ്രെഡ് ചെയ്യുന്നു. പിന്നെ ഇറ്റ് എൻജോയ്സ് ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. അല്ലേ, അതിൻ്റെ ഫുള്ളസ്റ്റ് ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു. സിംഗിങ് വിത്ത് ദ ബേർഡ്സ്. പിന്നെ ആൻഡ് ഡാൻസിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ദ പോയിറ്റ്സ് യൂസ് ഓഫ് ഇമേജറി. ഇനി എന്താണ് ഇമേജറികൾ? നമ്മൾ വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി ഒക്കെ ഇമേജസ് നമ്മൾ പറയും അല്ലേ. കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, പിന്നെ മണക്കാൻ പറ്റുന്നത്, സ്പർശിച്ചറിയുന്നത്, അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ, സെൻസ് ഓർഗൻസ്, അത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഇമേജറി പറയുന്നത്. ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്? ബ്ലൂ ടെൻറ്റ് ഫോർ ദ സ്കൈ, ഗ്രീൻ കാർപ്പറ്റ് ഫോർ ദ എർത്ത്. ഇത് രണ്ടും എന്താണ്? വിഷ്വൽ ഇമേജസ് ആണ്. ക്രിയേറ്റ്സ് വിവിഡ് വിഷ്വൽസ് ദാറ്റ് മേക്ക് ദ പോം മോർ എൻഗേജിങ്. പിന്നെ എന്ത് പറയാം? ദ ഫ്ലവർ ഓൾസോ റെപ്രസെൻറ്റ്സ് ദ സൈക്കിൾ ഓഫ് നേച്ചർ ഓഫ് ലൈഫ്. ലൈഫിൻ്റെ സൈക്കിൾ നേച്ചറിനെയും ഇത് കാണിക്കുന്നുണ്ട്. ബീയിങ് പ്രസൻറ്റ് അറ്റ് ബോത്ത് ജോയ്ഫുൾ ആൻഡ് സോറോഫുൾ മൊമെൻറ്റ്സ്. ജോയ്ഫുൾ മൊമെൻറ്റിലും സോറോഫുൾ മൊമെൻറ്റിലും അത് പ്രസൻ്റ് ആയിരുന്നു. സച്ചസ് വെഡ്ഡിങ്സ് ആൻഡ് ഫ്യൂണറൽസ്. വെഡ്ഡിങ് എന്താണ്? ജോയ്ഫുൾ ആണ്. ഫ്യൂണറൽ എന്താണ്? സോറോഫുൾ ആണ്. ദിസ് റിഫ്ലക്ട്സ് ദ ഡ്യുവാലിറ്റി ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് ടീച്ചേഴ്സ് us ടു ഫേസ് ലൈഫ് സ്ട്രഗിൾസ് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ഹോപ്പ്. നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും പറയുന്നുണ്ട്? ഈ ലൈഫിലെ സ്ട്രഗിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഡൻസോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും നേരിടണം. എന്താണ്? ഈ സ്ട്രഗിൾ കഴിഞ്ഞാൽ ഇനിയൊരു കാലം വരും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ഹോപ്പ് അല്ലേ. ഇനി എന്താണ് പറയുന്നത്? The poem encourages us to value our own worth, remain optimistic and spread joy just like the flower does. ഫ്ലവർ എന്താണ്? സെൽഫ് കോൺഫിഡൻ്റ് ആണ്. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മൾ നമ്മുടെ വാല്യൂവിനെയാണ് വാല്യൂ ചെയ്യേണ്ടത്. എന്താണ്? ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. ജോയ് ആണ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടത്, ഫ്ലവർ ചെയ്യുന്നത് പോലെ. ഇനി ലാസ്റ്റ് ഒരു കുഞ്ഞു പാരഗ്രാഫ് കൺക്ലൂഷൻ പറഞ്ഞ് നിർത്താം. Through rich metaphors and visual imagery, Gibran conveys profound lessons about life, growth and the natural world, making this poem both a celebration and a reflection of life's eternal cycle.
പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എന്താണ്? വിഷ്വൽ ഇമേജറികളും മറ്റ് ഇമേജറികളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ഇദ്ദേഹം എന്ത് പഠിപ്പിക്കുന്നുണ്ട്? ലൈഫിനെ പറ്റി, ഗ്രോത്തിനെ പറ്റി ആയിക്കോട്ടെ, നാച്ചുറൽ വേൾഡിനെ പറ്റി ആയിക്കോട്ടെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ എറ്റേണൽ, ഒരിക്കലും അവസാനിക്കാത്ത ആ സൈക്കിളാണ് ഈ ഒരു ഇതിലൂടെ ആര് പറയുന്നത്? കാനൽ ഗിബ്രൺ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. എന്താണ്? അപ്രീസിയേഷൻ ഓഫ് സോങ് ഓഫ് ദി ഫ്ലവർ. ഇത് കാണാതെ പഠിക്കണോ? ഐഡിയ മനസ്സിലാക്കി വെക്കൂ. മനസ്സിലാക്കിയതിന് ശേഷം എഴുതാൻ ശ്രമിക്കൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും എഴുതണം കേട്ടോ. നല്ല മാർക്ക് വാങ്ങണം. ഓൾ ദി ബെസ്റ്റ്.